നിയമസഭയിലെ പിണറായി വിജയന്റെ പേടിപ്പിക്കലാണ് പ്രധാന ചർച്ച. പിണറായി പേടിപ്പിച്ചാൽ നേതാക്കൾ പേടിക്കണോ? എന്തായാലും പഴയതുപോലെ പേടിക്കില്ല എന്ന നിലപാടിൽ ചെന്നിത്തലയും പ്രതിപക്ഷവും ഇരിക്കുമ്പോൾ ചിലർക്കൊന്നും തീരെ തൃപ്തിയില്ല. പിണറായിയോട് എതിർക്കാൻ എന്നെക്കാൾ വമ്പൻ വേറൊരാളില്ല എന്ന വിശ്വാസത്തിൽ കഴിയുന്ന കെ സുധാകരനാണ് ഈ കൂട്ടത്തിൽ പ്രമുഖൻ. ചെന്നിത്തലയും ഷാഫി പറമ്പിലും ഒന്നും കൊടുത്ത മറുപടി പോരാ എന്നതാണ് സുധാകരന്റെ നിലപാട്. പിണറായിക്ക് നിയമസഭയിൽ മറുപടി കൊടുക്കാൻ തന്നെ ആരും ജയിപ്പിച്ച് അങ്ങോട്ട് അയക്കാത്തതിന്റെ സങ്കടവും ഉള്ളിൽ തിരതള്ളി വരികയാണ്. ഒരു ഗുണ്ടയുടെ ആകാരം, ഒരു ഗുണ്ടയുടെ മുഖഭാവം ഇരിക്കവിടെ എന്ന് പ്രതിപക്ഷ നേതാവോട് പറഞ്ഞ ഈ പിണറായി വിജയനോട് തിരിച്ച് ഓരോന്ന് ചോദിക്കാൻ ഒരവസരം നിയമസഭക്കകത്ത് എനിക്ക് കിട്ടിയില്ല എന്നതിലായിരുന്നു എന്റെ ദുഃഖം. നിയമസഭക്കകത്ത് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ പറയാനൊന്നും ഒരു അവകാശവും ഇല്ല. നിയമസഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിയമസഭാ സ്പീക്കറാണ് സഭാനാഥൻ. ഈ പിണറായി വിജയനോട് തിരിച്ച് ഓരോന്ന് ചോദിക്കാൻ ഒരവസരം നിയമസഭക്കകത്ത് എനിക്ക് കിട്ടിയില്ല എന്നതിലായിരുന്നു എന്റെ ദുഃഖം. ഇങ്ങനെ പറഞ്ഞത് പോയി വേറെ പണി നോക്കണോ എന്ന്. ഒരു നിയമസഭക്കകത്ത് ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊന്നും ഇവിടെ നടക്കൂലോ, പോയി വേറെ പണി നോക്കുക എന്നാണ്. ഏതായി വേറെ പണി? വിജയൻ ഉപയോഗിച്ച വാക്കിന്റെ അർത്ഥം വിജയൻ അറിയോ? ആ പദത്തിന്റെ അകത്തൊളിഞ്ഞു കിടക്കുന്ന അശ്ലീലത്തെ പിണറായി വിജയന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പാവം വിഡ്ഢിയായ ഒരു മുഖ്യമന്ത്രി എന്നേ ഞാൻ പറയൂ. ആ വാക്കിന്റെ അർത്ഥം വലുതാ. വേറെ പണി നോക്കെന്ന് പറഞ്ഞാൽ ഏത് പണി? കേരളത്തിലെ നിയമസഭ സാമാജികന്മാരോടാ പറയുന്നത്. അതൊന്നും കൂടെ നടക്കൂലോ, പോയി വേറെ പണി നോക്ക്. പിണറായി വിജയൻ കേരളത്തോട് പറയണം, കേരളത്തിന്റെ ജനമനസ്സിന്റെ അകത്ത് വന്നിരിക്കുന്ന സന്ദേഹം മാറ്റണം, സംശയങ്ങൾ ദൂരീകരിക്കണം. ആ സംശയം വേറെ പണി ചെയ്ത് ആ പണി ഏതാണ് എന്ന് പിണറായി വിജയൻ ഈ സമൂഹത്തോട്, കേരള സമൂഹത്തോട് പറയണം. നല്ല സംസ്കാരമൊന്നുമല്ല, പാരമ്പര്യമൊന്നുമല്ലല്ലോ ശ്രീ പിണറായിയുടെ പാരമ്പര്യം. പിണറായി വിജയനോട് തിരിച്ച് ഓരോന്ന് ചോദിക്കാൻ ഒരവസരം നിയമസഭക്കകത്ത് എനിക്ക് കിട്ടിയില്ല. കേട്ടാൽ ആർക്കും സങ്കടം വരും. ആ ഉദുമക്കാർക്ക് സുധാകരനെ ജയിപ്പിച്ച് വിട്ടൂടായിരുന്നോ? എന്നാൽ ഇന്നലെ പിണറായി അങ്ങനെയെല്ലാം പറയുമായിരുന്നോ? എന്തായാലും മാധ്യമങ്ങളുടെ ഏർപ്പാടിനും പിണറായിയെ തോൽപ്പിക്കുന്ന വിമർശനങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി മുതൽ സരിത വരെയുള്ളവരെ ചൂണ്ടിക്കാട്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെ ചോദിച്ചു. എന്നിട്ടിപ്പോൾ പിണറായിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിച്ചോ എന്നതാണ് സുധാകരന്റെ നിലപാട്. ചട്ടം പിത്തര, മാടം പിത്തര, എല്ലായിടത്തും ധിക്കാര. പത്രക്കാരോട് പെരുമാറുന്ന മുഖ്യമന്ത്രിക്ക് ചാനലുകാരും പത്രക്കാരും എന്ന് പറയുന്നു. നല്ല അനുഭവമല്ലേ? നിങ്ങൾ വാരി വലിച്ചെഴുതി ഞങ്ങളെ പുറത്താക്കിയല്ലോ. ഉള്ളോ ഇല്ലാത്തോ ഒക്കെ എഴുതി ഞങ്ങളെ പുറത്താക്കി. ഇപ്പൊ പ്രതിപക്ഷം, ഇപ്പോ പിണറായി വിജയന്റെ സർക്കാർ വന്നു, കിട്ടുന്നില്ലേ നല്ലോണം? ഇന്നലെ കണ്ടു. എന്താ പറഞ്ഞ ചാനലുകാരോട് പറഞ്ഞു, നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ച്, നിങ്ങൾ ഫോട്ടോ എടുത്ത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ അഭ്യാസം കാണിച്ചത് നമ്മൾ തമ്മിൽ കുറെ അറിയില്ലേ? അതൊരു വെല്ലുവിളിയാ. ഗോതയിൽ ഇറങ്ങുന്ന രണ്ട് ഫയൽമാർ തമ്മിൽ കണ്ടാൽ നെഞ്ഞു വിരിച്ച് ഇങ്ങനെ കളിക്കുന്ന പോലെ പുള്ളി പത്രക്കാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ ഒരു ഗുസ്തിക്കാരനെ പോലെ പെരുമാറുന്നത്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ ധൈര്യമുണ്ടോ? ഞാൻ എന്റെ ചാനൽ സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ ചോദിക്കാം, ഉമ്മൻചാണ്ടിയോടൊക്കെ നിങ്ങൾ ചോദിക്കാത്ത ചോദ്യം ഈ ഭൂമണ്ഡലത്തിൽ ബാക്കിയുണ്ടോ? അപ്പുകുട്ടാ നീ വന്നേ. സരിത എവിടെ പോയി?
ആ ചങ്ങാഴ്ചനെ കാണുന്നതില്ല. എന്ത് കൊണ്ട് നടക്കലായിരുന്നു ചാനലുകൾ. അല്ല, ലോക പ്രശസ്തമായ വല്ല അവാർഡ് വാങ്ങിയ സിനിമാ നടിയെ ഒക്കെ കൊണ്ടു നടക്കുമ്പോലെ ചാനലുകൾ കൊണ്ടു നടന്ന് ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നും പറയിക്കാമെന്നും മുഴുവൻ പറയിച്ച് എവിടെ സരിത? ഉമ്മൻചാണ്ടി ഒന്ന് രക്ഷപ്പെട്ടു നിൽക്കുമ്പോഴാണ് സുധാകരൻ കയറി വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് സുധാകരന്റെ സങ്കടം കേട്ട് ആരെങ്കിലും എത്രയും പെട്ടെന്ന് സരിതയെ കണ്ടുപിടിച്ച് എത്തിക്കണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും മുമ്പ് പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. തോന്നലുകളാണ് തന്നെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തോന്നലുകൾ ഇല്ലെങ്കിൽ താനേ ഇല്ലെന്നും മുഖ്യമന്ത്രി. ഇനി സംസാരിക്കുന്നതിന് മുമ്പ് പേടിക്കണം, സംസാരിച്ചു കഴിഞ്ഞാൽ പേടിക്കണം, പ്രതിപക്ഷത്തെ പേടിക്കണം, ഭൂരിപക്ഷത്തെ പേടിക്കണം, ജനങ്ങളെ പേടിക്കണം. എന്റെ തോന്നൽ ഞാൻ പറയുമല്ലോ. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. തോന്നൽ തട്ടിപ്പോയി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത്? എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. പിണറായി പോയി പണി നോക്കാൻ പറഞ്ഞതിൽ ക്ഷുഭിതനായി ചെന്നിത്തല 3 MLA-മാരെ നിരാഹാര പണിക്കയച്ചു. വേണ്ടി വന്നാൽ താനും വേറെ പണി നോക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. വേണ്ട വേണ്ടെന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണം മെഴുകി നിരങ്ങി. ഒരു കളിക്കളം വിധിച്ചതോ ഈ പടക്കളം. സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് MLA-മാർ നിരാഹാരം കിടക്കാറില്ല. UDF-നോട് സ്നേഹം കൂടാൻ മാണി രംഗത്ത്. പിണറായിയോട് മറുപടി പറയാൻ കഴിയാത്ത സങ്കടത്തിൽ കെ സുധാകരൻ പിണറായി ഉദ്ദേശിച്ച പണി ഏതെന്ന് വ്യക്തമാക്കും വരെ വേണ്ടി വന്നാൽ നിരാഹാരം കിടക്കാനും തയ്യാർ. ഈ പിണറായി വിജയനോട് തിരിച്ച് ഒരൊന്നും ചോദിക്കാൻ ഒരവസരം നിയമസഭത്തിൽ എനിക്ക് കിട്ടിയില്ല എന്നതിലായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. പോയി വേറെ പണി നോക്കണോ എന്ന്. എവിടെ സരിത? ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. ആരും വാടകയ്ക്കെടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.